ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. ഇപ്പം 2 ദിവസമായിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കണ്ടൻറ്റ് തപ്പി നടക്കുമായിരുന്നു ഗൈസ്. എന്തിനെക്കുറിച്ച് പറയും? ഇപ്പം ഞാൻ എൻ്റെ വായി തോന്നുന്ന കൊണയെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അപ്പം അതേപോലെ നിങ്ങൾക്ക് ലോജിക്കായിട്ടുള്ള ഒരു സാധനം പറയണമല്ലോ. നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല, നിങ്ങൾ കാണുകയും ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഞാനൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റുമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നിങ്ങനെ ആലോചിച്ച് ഞാൻ പറയാനായിട്ടുള്ളൊരു വിഷയം കണ്ടെത്തി. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു സബ്ജക്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഗൈസ് എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരോ, ഏതെങ്കിലും ചേട്ടന്മാരോ ഏതെങ്കിലും ചേച്ചിമാരോ ആരെങ്കിലും പറയാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്, ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത്രത്തോളം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്ര പോയിൻറ്റിന് സാധനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ബിസിനസ് ചെയ്യാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതിനകത്ത് ആളെ കൊണ്ടുവരൂ, അവർ ബേക്കുന്ന ആളെ കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾ കമ്മീഷൻ വ്യവസ്ഥയിൽ ഒരുപാട് പൈസ കിട്ടും. നിങ്ങൾക്ക് വലിയൊരു ട്രിപ്പിന് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ വലിയ വണ്ടി എടുക്കാനായിട്ട് അവർ പൈസ തരും. ഇതേപോലെ വലിയ മലേഷ്യൻ ട്രിപ്പ്, ഇന്ന ട്രിപ്പ്, അന്ന ട്രിപ്പ് എന്നുള്ള കാര്യങ്ങളുണ്ട്. വീടിന് ലോണുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വാഗ്ദാനങ്ങൾ കൊണ്ട് മൂടും. എന്നിട്ട് ഇതിപ്പം അവർ ചെയ്ത് പറയത്തില്ല, അപ്പം അവർക്കിത് അറിയത്തില്ലായിരിക്കും. അവർ ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല വാചാലതയോടെ സംസാരിക്കാൻ പറ്റുന്ന എക്സിക്യൂട്ടീവ്, അതിനകത്ത് കുറേ 1-2 വർഷം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു എക്സിക്യൂട്ടീവിനെ കൊണ്ട് നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കും. പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങി തിരിച്ച് ചെറുതായിട്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ പിറ്റേന്ന് നിങ്ങൾ കോടീശ്വരനാണ്. നിങ്ങൾക്ക് ഈ ട്രിപ്പ് പോകാൻ പറ്റും. അവരിങ്ങനെ ഇന്ന ആൾ ഇങ്ങനെ സാധിച്ചു, ഇങ്ങനെ വണ്ടി എടുത്തു, ഇങ്ങനെ അച്ചീവ് ചെയ്തു, ഇങ്ങനെ വീട് അച്ചീവ് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തള്ളി അങ്ങ് മറിക്കും. അത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ കൊടുക്കുകയോ എടുത്ത് അങ്ങോട്ട് പണയം വയ്ക്കും. ബൈക്കോ, അമ്മയുടെ മാലയോ, മോതിരോ, കമ്മലോ എന്ന് വേണ്ട എന്തെങ്കിലും സാധനം എടുത്ത് പണയം വെച്ചിട്ട് ഒരൊറ്റ ദിവസത്തെ ഓഫറേ ഉള്ളെന്ന് പറഞ്ഞിട്ട് 20,000, 25,000, 30,000 രൂപയ്ക്ക് നിങ്ങൾ സാധനം മേടിച്ചെടുത്ത് ജോയിൻ ചെയ്തിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾക്കൊരു ഉണ്ടയും കിട്ടുന്നില്ല. ഓക്കെ, ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ നടക്കും. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ആ പുള്ളി ചെയ്ത പോലെ ഒരു 10-100 പേരെടുത്ത് ഈ കാര്യം പറഞ്ഞിട്ട് 2 പേരെങ്കിലും കൺവീൻസ് ചെയ്തിട്ട് 2 കാലിൻ്റെയും ലെഗിൻ്റെയും അവിടെ ചേർക്കും. ഓക്കെ, ആ ഇടയിൽ ചേർത്തതിന് ശേഷം അവരും ഇതേപോലെ തെണ്ടി നടന്ന ആൾക്കാരെ അതിനകത്ത് ചേർത്ത് അങ്ങനെ ഒരു മണി ചെയിൻ അല്ലെങ്കിൽ ഒരു മണി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പോലെ ആൾക്കാരെ വെച്ച് ആണ് ലാഭം അതിനകത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരാളെ കൊണ്ട് 25,000 രൂപയ്ക്ക് ബിസിനസ് ചെയ്യിക്കുമ്പോൾ നമുക്കൊരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ കിട്ടുമെന്ന് വെച്ചാൽ 2 വർഷത്തുനിന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ഒരു എങ്ങനെയൊക്കെ പോയാലും ഒരു 7 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കിട്ടിയെന്ന് വെച്ചോ. പക്ഷേ കമ്പനിക്ക് നമ്മൾ ബിസിനസ് ഉണ്ടാക്കി കൊടുത്തത് 50,000ആണ്. അതിനകത്ത് 10,000 കിട്ടി. ബാക്കി 40,000 രൂപ കമ്പനിക്ക് ഒരു ബിസിനസ് ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കും, ലാഭം ഉണ്ടാക്കി അല്ലെങ്കിൽ ബിസിനസ് സ്ഥാനം മേടിച്ചപ്പോഴത്തേക്കും 10,000 രൂപ നമുക്ക് കിട്ടി. ഒരു സബ്സിഡി എന്നുള്ള പറഞ്ഞിറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് എവരൊക്കെ വെക്കുന്നതിനനുസരിച്ചിരിക്കും, എവരെ ലെഗിൽ ആൾ വരുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്കൊരു ബിസിനസ് കിട്ടുക. എവർ ചെയ്യാൻ വേണ്ടി നമ്മളും നടക്കണം. അങ്ങനെ ഒരു വലിയൊരു ശൃംഖലയായിട്ട് നടത്തുന്ന ബിസിനസ്സാണ് ഈ പറയുന്ന MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലിങ്, ഇ-കൊമേഴ്സ്, അങ്ങനെ മറ്റത് മറിച്ചത് ചപ്പ് ചവർന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ പുതിയ ബിസിനസ് രീതി. ഓക്കെ, ഇതിനകത്ത് പെട്ടുപോയ ഒരുപാട് വീട്ടമ്മമാരുണ്ട്.
കിടന്ന് നീന്തി തുടിക്കുമായിരിക്കും. കാരണം ഓരോരുത്തരുടെ നിന്ന് പണയം വെച്ചും ഒരു ദിവസം പോലും കഴിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നവർ കടം മേടിച്ചും ലോൺ എടുത്തൊക്കെ എങ്ങനെയെങ്കിലും പൈസ അടച്ചിട്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാനൊക്കെ നോക്കും. ഇതിനകത്ത് ഇറങ്ങി നടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റാത്ത, ആരുടെടുത്തും പരാതി പറയാൻ പറ്റാതെ സഹികെട്ട് ഇതിനകത്ത് ഒരു പൈസയും വേണ്ട, ഒരു പറയും വേണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. പലവട്ടം എന്നെ കൺവിൻസ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ വീണ് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയ കാര്യമുണ്ട്. കാരണം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മ ഇതിനകത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു 10 പേരെ കൊണ്ടിരുത്തി 3 മണിക്കൂറത്തെ ക്ലാസ് എടുപ്പിച്ച് അമ്മയുടെ മാലയോ കമ്മലോ പണയം വെച്ച് പൈസ എടുത്ത് കൊടുക്കാൻ വരെ എന്നെ പ്രേരിപ്പിച്ച് പിറ്റേന്ന് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആലോചിച്ചപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് ഓരോ കാരണങ്ങൾ നിരത്തി ഒഴിവായ കേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെയൊന്നും പോയി ചേരരുത്. ലോകം ഉടായിപ്പ. നിങ്ങളത് ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ചേരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് വരുന്ന കുറച്ച് കേസുണ്ട്. അപ്പം ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സാധാരണ അത് ടി വി കാണും, ഫ്രിഡ്ജ് കാണും, വാഷിംഗ് മെഷീൻ കാണും, മിക്സി കാണും, എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും അല്ലെങ്കിൽ പല കമ്പനിയുടെ സാധനങ്ങളും കാണും. പക്ഷേ അതൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏസറിൻ്റെ ലാപ്ടോപ്പ് മേടിച്ചു 50,000 രൂപയുടെ, അത് മേടിക്കുമ്പോൾ ഈ സൈറ്റ് വഴി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൊമേഴ്സ് വഴി മേടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് അവരുടേതായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 5% അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോയാലും 6, 4, 2% എടുക്കത്തുള്ളൂ. അവരൊരു 100% അല്ലെങ്കിൽ 100 പോയിൻറ്റിന് സാധനം എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ബിസിനസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ നമ്മളൊരു സാംസങ്ങിൻ്റെ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 6 പോയിൻറ്റോ 5 പോയിൻറ്റോ ആയിരിക്കും. അപ്പം 50,000 കൊടുത്തിട്ട് ഈ സാധനം നമ്മളൊരു ആവശ്യമുള്ളത് എടുത്തു, പിന്നെ 10,000, 20,000 ഒക്കെ കൊടുത്തിട്ട് ഓരോ സാധനം മേടിച്ചു. എന്നാൽ ഈ പോയിൻ്റ് തികയ്ക്കാനായിട്ട് 100 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തികയ്ക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാ കാണുന്നു കമ്പനിയുടെ തന്നെ ഓൺ പ്രോഡക്റ്റ് മെഥയോറ, പിന്നെ തലങ്ങണി കവിയാൻ ഒരു ബെഡ്ഷീറ്റ്. അതിനകത്ത് നോക്കുമ്പോൾ പോയിൻ്റ് എന്ന് പറയുന്നത് 45% ഉണ്ട്. എത്ര ശതമാനം? 45%. ഒരു 50,000 രൂപയുടെ ലാപ്ടോപ്പ് മേടിച്ചപ്പം 4%, 5% ഹോൾഡെടുത്ത് ഒരു ബെഡ്ഷീറ്റ്, ഒരു മെത്തയോറ, 2 തലങ്ങണി ഉറക്കി 45% പോയിൻ്റ് ഉണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചു, പ്രോഡക്റ്റിൻ്റെ വിലയും 50,000 ഇല്ല, എത്രയാണ്? 8,000 രൂപ. അപ്പോൾ ഇത് സാധാരണക്കാരെന്ത് മേടിക്കും? ഈ പറയുന്ന 8,000 രൂപയ്ക്ക് പെട്ടെന്ന് 8 × 8 16,500 രൂപയ്ക്ക് അല്ലെങ്കിൽ 16,000 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 20,000 രൂപയ്ക്ക് പോട്ട് റൗണ്ട് ചെയ്തൊരു 20,000 രൂപയ്ക്ക് ഒരു 100 പോയിൻറ്റിൻ്റെ സാധനം ഇതിപ്പോൾ 3 പ്രാവശ്യം അടിക്കും. ഏത് ഈ സാധനങ്ങളൊരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അടിച്ചിട്ട് ചെറിയ ചില്ലറ പൈസ മേടിക്കും. അല്ലെങ്കിൽ അരി സാധനങ്ങളൊക്കെ അതിനകത്ത് ലാഭമുള്ള സാധനങ്ങളൊക്കെ മേടിക്കും. പോയിൻ്റ് നോക്കിയിട്ട് എത്രത്തോളം പോയിൻ്റ് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റുമോ, കുറച്ച് പൈസ ഉണ്ട്, അതുകൊണ്ട് അവർ അതായിരിക്കും മേടിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, അവർ ഈ പറഞ്ഞ 8,000 രൂപയ്ക്ക് ഒരു മെത്തയോറ, ഒരു ബെഡ്ഷീറ്റ്, 2 തലങ്ങണി ഉറ മേടിച്ചു 8,000 രൂപയ്ക്ക്. പോയിൻ്റ് 45% അവർക്കായി. പിന്നെ ഇനി ഒരെണ്ണം കൂടെ മേടിച്ച് പിന്നെ 10% കൂടെ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ബിസിനസ് നമുക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ ഒരു വേറെ പാർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയും ഈ സാധനം മേടിക്കുന്ന ഒരു കച്ചവട സ്ഥലവും തമ്മിലുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ അവരെങ്ങനെ ഈ ഹോൾസെയിൽ റേറ്റിന് സാധനം മേടിക്കുമെന്ന് പറയാം. അതും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഒരു 300 രൂപ MRP ഉള്ള ഒരു ബനിയൻ ആണ് ഈ കമ്പനി ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് മേടിക്കുന്നത്. ഒരെണ്ണം മേടിക്കുമ്പോൾ MRP റേറ്റ് 300.
അത് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 250 രൂപ നമുക്ക് വില പറഞ്ഞ് മേടിക്കാം. ഹോൾസെയിൽ റേറ്റ് 250 നമുക്ക് 300 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞ് സാധനം മേടിക്കാം. അപ്പം നമ്മൾ പറയുന്നു 300 രൂപയുടെ നമുക്ക് കുറച്ചുകൂടെ പൈസ കുറച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടാം. 100 ക്വാണ്ടിറ്റിയുടെ സാധനം ഇത് മേടിക്കുന്നിടത്ത് 100 ക്വാണ്ടിറ്റിയുടെ 100 ക്വാണ്ടിറ്റിക്ക് ഈ ബനിയൻ മേടിക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും അവർ വീണ്ടും ഇടിക്കും വില. ഇടിച്ചിട്ട് അവർ പറയും 230-നാണെന്നുണ്ടെങ്കിൽ 100 തരാം. 230 ഓടിച്ചിട്ട് 100 ബനിയൻ അങ്ങ് മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഭം എത്ര? പിന്നെ നമ്മൾ പറയുന്നു 1000 ടീഷർട്ട് വേണം, 230 പറ്റത്തില്ല, നിങ്ങൾ കുറച്ചേ പറ്റത്തുള്ളൂ. അവൻ പറയും എങ്കിൽ ശരി നമ്മളൊരു 200 രൂപയ്ക്ക് സാധനം തരാമെന്ന് പറയും. അപ്പോൾ സാധനം എടുക്കാൻ പറയുമ്പോൾ നമ്മളൊരു 1000 ക്വാണ്ടിറ്റി 200 രൂപയ്ക്ക് സാധനം എടുക്കും. അപ്പം MRP റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 300 രൂപയുടെ സാധനം 250 രൂപ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ സാധനം വീണ്ടും വില കുറഞ്ഞു. ക്വാണ്ടിറ്റി കൂടിയതുകൊണ്ട് 1000 ക്വാണ്ടിറ്റി ആയപ്പോഴത്തേക്ക് 200 രൂപയ്ക്ക് സാധനം നമുക്ക് ഒരു പ്രോഡക്റ്റിന് 200 രൂപയ്ക്ക് സാധനം കിട്ടി. വീണ്ടും നമ്മൾ കൂട്ടുക, നമുക്ക് 1,00,000 ബനിയൻ വേണം. ബനിയൻ വേണമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഡിമാൻഡ് വയ്ക്കും. നമുക്ക് ഈ 1,00,000 ക്വാണ്ടിറ്റി വേണം. ഈ സാധനം നമുക്ക് എത്രയ്ക്ക് തരാൻ പറ്റും? 1,00,000 ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 1 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 1,00,000 രൂപയായി. അപ്പോഴത്തേക്കും അവർ പറയും ശരി നിങ്ങൾക്ക് ഞാനൊരു 150-ന് സാധനം തരാം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അപ്പോൾ ശരി 150-ന് സാധനം എന്ന് പറഞ്ഞ് വീണ്ടും പൈസ കുറഞ്ഞു. നമ്മൾ 1,00,000 ക്വാണ്ടിറ്റി എടുത്തു. അങ്ങനെ സംസാരിച്ച് ക്വാണ്ടിറ്റി കൂടുന്തോറും പ്രൈസിൻ്റെ വിലയിടിക്കും. അങ്ങനെ പറഞ്ഞ് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടി പ്രോഡക്റ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഗൈസ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപ പോലും വരില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ലാഭത്തിന് മേടിക്കുന്ന ഒരു സാധനം ഈ സൈറ്റിൽ വലിയ പോയിൻ്റൊക്കെ കൊടുത്ത് സെയിൽ ചെയ്യാൻ ഇടുമ്പോഴത്തേക്കും അധികം ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ അധികം ഈ കച്ചവടത്തിൻ്റെ സെൻസൊന്നും ഇല്ലാത്ത ആൾക്കാർ പോയിൻ്റ് കിട്ടാൻ വേണ്ടി 8,000 രൂപയ്ക്ക് ഈ പറഞ്ഞ 100 രൂപ പോലും ഇല്ലാത്ത പ്രോഡക്റ്റ് മേടിക്കുന്നു. അവരുടെ ആ ഒരു പോയിന്റിന് വേണ്ടിയിട്ട് അവർ മേടിക്കുന്നു. അങ്ങനെ മേടിക്കുമ്പോഴത്തേക്കും 100 രൂപ പോലും ഇല്ലാത്ത സാധനം 8,000 രൂപയ്ക്ക് വിൽക്കുമ്പോഴത്തേക്കും ആർക്കാണ് ലാഭം എന്നാണ് എൻ്റെ ചോദ്യം. ലോജിക്ക് പരമായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് കമ്മീഷനോ കാലിൻ്റെ ഇടയിൽ 2 ആൾക്കാരെ ചേർക്കുന്നതോ ഒന്നുമല്ല സംഭവം. ഇങ്ങനെ പോയിൻ്റ് കുറച്ചുള്ള സാധനങ്ങൾ ഇതേപോലെ നാട്ടുകാരെ കൊണ്ട് മേടിപ്പിച്ചിട്ട് അവർ വലിയ കുത്തക ലാഭം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയുള്ള MLM അതേപോലെ മണി ചെയിൻ അങ്ങനെ ആൾക്കാരെ വെക്കുന്ന ബിസിനസ്സൊക്കെ ഇപ്പോൾ ഒരുപാട് പൊളിഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് വീട്ടമ്മമാർക്കറിയാം ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാതെ പണയം വെച്ചതും കടം പേടിച്ച് പൈസ കൊടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ബിസിനസ് ചെയ്യാൻ പറ്റാതെ ഇതിനകത്തുനിന്ന് ഒന്നും പറയാൻ പറ്റാതെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് ഒരുപാട് വീട്ടമ്മമാർക്ക് വരുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല ഗൈസ്, വെൽനെസ്സിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്. ഇതും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വെൽനെസ്സിൻ്റെ പ്രോഡക്റ്റ്, ഹെൽത്തിൻ്റെ പ്രോഡക്റ്റ്, മറ്റത് മറിച്ചത്, ചപ്പ് ചവറ്. ഇപ്പം തിരിഞ്ഞു നോക്കിയ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയ വീട്ടിലിരുന്നുണ്ടാക്കാൻ ജോലിക്ക് പോകാം, വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സമ്പാദിക്കാം. വീട്ടമ്മമാരെ ആകർഷിക്കാനായിട്ടുള്ള ഒരു 10 പൈസയുടെ വരുമാനമെങ്കിലും വീട്ടിലെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇങ്ങനെ നിരത്തിട്ടു ജോബ് ഓപ്പർച്യൂണിറ്റി. സംഭവം ഇതാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അപ്പം നിങ്ങളാരും പോയി തലവെക്കരുത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ സെയിൽ മുന്നോട്ട് പോകാത്ത ഒരു കാലം വരും. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. ബൾക്കായിട്ടൊരു എമൗണ്ട് ആയിരിക്കും അതിന് ജോയിൻ ചെയ്യാൻ നിങ്ങളതിന് മേടിക്കുന്നത്. പിന്നെ പാവപ്പെട്ടവരെന്ന് വീണ്ടും നമ്മൾ സെയിൽ ചെയ്യിച്ച് വീണ്ടും പൈസ ഉണ്ടാക്കി കമ്പനിക്ക് ഒരു 100 കോടിയുടെ ലാഭം ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ നമുക്ക് അതിനകത്തുനിന്നൊരു 5% കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 10%, 15% നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ?
അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അവർ സാധാരണക്കാരെ കൺവിൻസ് ചെയ്യാൻ, അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഏജ് ആയവരായാലും പഠിപ്പില്ലാത്തവരായാലും ആരെങ്കിലും സാറെന്ന് വിളിക്കും. സാറേ ഇന്നതാണ് സാറേ, മറ്റേതാണ് സാറേ, മറിച്ചതാണ് സാറേ. നമുക്ക് വിദ്യാഭ്യാസം ഇല്ല, നമ്മളൊരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമ്മളെ മനസ്സതിനകത്തോട്ട് അങ്ങ് വീണു പോകും. അതാണ് മെയിനായിട്ട് നടക്കുന്നൊരു കേസ്. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളറിയാതെ അതിനകത്തേക്ക് ആകർഷിതരായി പോവും. നമ്മളെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മനുഷ്യരാണ്. ഓക്കെ. എന്നിട്ട് രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊരു കാർഡ് കൊടുക്കും, വെറുതെ കാർഡ് അടിച്ചു കൊടുക്കും. ഒരു നല്ല രീതിയിൽ കഴുത്തി തൂക്കിയിട്ടുണ്ടാക്കാനായിട്ട് ഒരു കാർഡ് എടുത്ത് കൊടുക്കും. ഇതിനകത്ത് എംപ്ലോയി ആണ്, എക്സിക്യൂട്ടീവ് റാങ്കിലുള്ളവരാണ്, അല്ലെങ്കിൽ അതിന് മേലെ റാങ്കിലുള്ളവരാണെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അടിച്ചു കൊടുക്കും. പിന്നെ എവിടെ പോയാലും ഒരു കോട്ടും സൂട്ടും എടുത്തൊന്ന് ഇടിയിക്കും. അതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും കമ്പനി. ഓക്കെ. ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് അവർ വിചാരം അവരെ പരിഗണിക്കുന്നുണ്ട്, ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെയാണ്. പിന്നെ കുറേ ആൾക്കാരെ കൊണ്ട് കുറേ നുണക്കഥകൾ പറയിപ്പിക്കും. അവന്മാർ വാടകയ്ക്ക് എടുത്ത് കാറിലും മറ്റതും മറിച്ചതൊക്കെയാണ് വരുന്നത്. അവന്മാരെ കൈ മൊത്തം റോൾഡ് കോഡും മറ്റതും മറിച്ചതൊക്കെ ആയിരിക്കും. നമ്മൾ കണ്ടത് മഞ്ഞളിക്കും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കും. പണയം വെച്ച വിറ്റ ചുട്ട എന്നത് ചേരും, ഒരു പറിയ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഏത് ബിസിനസ്സിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്കറിയാം. അതേപോലത്തുള്ള ഒരു 1000 ബിസിനസ് ഈ ലോകത്തുണ്ട്. MLM ആണ്, മണി ചെയിനാണ്, മണി പ്ലാന്റ് ആണ്, ഇതൊരു തേങ്ങയാണ്. ആളെ വെച്ച് കമ്മീഷൻ വ്യവസ്ഥയിൽ കിട്ടുന്ന ഒരു സാധനമാണ് ആ ഒരു ബിസിനസ് എങ്കിൽ, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ ദയവ് ചെയ്ത് ജോയിൻ ചെയ്യരുത്. ദയവ് ചെയ്ത് അവരെ അകറ്റി നിർത്തുക. ബന്ധുക്കാരിൽ നിന്നും ഫ്രണ്ടായാൽ പോലും താല്പര്യമില്ല എന്ന് മുഖത്തോക്കി പറയുക. എന്നെ കൺവിൻസ് ചെയ്യാൻ വിളിക്കേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുക. അതിലും അന്തസ്സും തൊട്ടേ ഒരു കടയിൽ കയറി ജോലി ചെയ്ത് നാട്ടുകാരെ പറ്റിച്ച് തിന്നാതിരിക്കും. ഇനിയെങ്കിലും കുറേ എണ്ണമുണ്ട്. ഉളുപ്പുണ്ടോയെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും. പാവപ്പെട്ടവരെ എത്ര പേരെ നമ്മൾ ഇതേപോലെ പറ്റിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ കുറേ പേർക്ക് കൊണ്ടു കാണും. ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഞാൻ മറുപടി ഇടുന്നതിനൊക്കെ. അപ്പം അതുവരേക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.